മാത്രമല്ല, എനിക്കറിയാവുന്ന രഹസ്യം ഇപ്പൊ നിന്നോട് പറഞ്ഞ നിനക്കത് താങ്ങാൻ കഴിയില്ല. മുത്തശ്ശ, വേണ്ട, എന്നെ നിർബന്ധിക്കണ്ട. എത്ര നിർബന്ധിച്ചാലും ഇപ്പൊ ഞാനത് പറയില്ല. സമയം വരട്ടെ, അന്നേരം ഞാനെല്ലാം പറയാം. ചേച്ചി, ശേഖരമേനോറ്റ് ജയിൽ ശിക്ഷ കഴിയാറായ സ്ഥിതിക്ക് അയാൾ എന്ന് റിലീസാവുമെന്ന് അന്വേഷിക്കണ്ടേ? വേണം പ്രതാപ. നമുക്ക് നമ്മുടെ ആ SI രാജനെ ഒന്ന് വിളിച്ചു പറയാം. അയാളത് അന്വേഷിച്ചിട്ട് പറയും. ആ, എന്നാ പിന്നെ ഇപ്പം തന്നെ വിളിക്കേച്ചി, വിളിച്ചു ചോദിക്കാം. ആരേത്? പ്രഭാവതി മേഡോ? എന്താ മേഡം, എന്താ വിശേഷിച്ച്? രാജൻ, ഇവിടുത്തെ സെൻട്രൽ പ്രിസണില് ചന്ദ്രശേഖര മേനോൻ എന്നൊരാള് ജയിൽ ശിക്ഷ അനുഭവിച്ച് കിടപ്പുണ്ട്. നമ്മുടെ ഗായത്രി ദേവിയെ കൊന്ന കുറ്റത്തിന്. ആ, ഞാനത് ഓർക്കുന്നുണ്ട് മേഡം. അന്നതൊരു വലിയ വാർത്തയായിരുന്നല്ലോ. അതെ അതെ അതെ. അന്ന് അയാൾക്ക് ജീവപര്യന്തമാണ് കോടതി വിധിച്ചിരുന്നത്. പിഴ അടയ്ക്കാത്തതിന് 2 വർഷം കൂടി. അങ്ങനെ 16 വർഷമായിരുന്നു ശിക്ഷ വിധിച്ചത്. ഇപ്പൊ ഏതാണ്ട് ശിക്ഷാ കാലാവധി കഴിയാറായിട്ടുണ്ട്. എനിക്കറിയേണ്ടത് അയാളെ ശിക്ഷ കഴിഞ്ഞ് എന്നിറങ്ങുമെന്നാണ്. രാജൻ അതൊന്ന് എനിക്ക് അന്വേഷിച്ചു തരണം. തീർച്ചയായും മേഡം. ഞാനിപ്പോ തിരക്കിട്ട് വിളിക്കാം, ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഓക്കെ. എന്താ പറഞ്ഞു? അയാള് അന്വേഷിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. നമുക്ക് വെയിറ്റ് ചെയ്യാം. എടാ, രാജനസയ്യ വിളിക്കുന്നേ. സ്പീക്കറിലിട്. ഹലോ. ആ മേഡം, ആ, ഞാൻ സെൻട്രൽ ജയിലിൽ വിളിച്ച് അന്വേഷിച്ചു. ഓക്കെ. എന്നിട്ട് അയാൾ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയല്ലോ. ഇറങ്ങിയോ? എന്നായിരുന്നു? ഏതാണ്ട് 1 മാസം കഴിഞ്ഞെന്നാ ജയിൽ സൂപ്രണ്ട് പറഞ്ഞത്. ഏതായാലും മേഡം ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാ. ജയിലിൽ നിന്ന് ഇറങ്ങിയ അയാൾ നേരെ അങ്ങോട്ടേക്ക് വരാനാണ് സാധ്യത. മാഡത്തിനോടുള്ള കടുത്ത പകയുമായ അയാൾ പുറത്തിറങ്ങിയത്. അതെങ്ങനെ അറിയാം? ശേഖരമേനോൻ എന്ന ശേഖർ പ്രഭാവതി മേഡത്തെ കൊല്ലുമെന്ന് സെൻട്രൽ ജയിലിൽ മുഴുവൻ പാട്ടാ. അയാൾ കിടന്നിരുന്ന സെല്ലിന്റെ ചുവരിൽ മുഴുവൻ മേഡത്തോടുള്ള പക അയാൾ കുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം. അത് നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടിവരും. എന്നാൽ അത് നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി. അതുകൊണ്ട് മാഡം വളരെയധികം കരുതിയിരിക്കണം. ശരി മാഡം, ഞാൻ വിളിക്കാം. ആ ശരി. അയാള് പറഞ്ഞത് നീ കേട്ടില്ലേ പ്രതാപ? എനിക്കറിയാമായിരുന്നു എന്നെ കൊല്ലാനുള്ള പകയോട് കൂടിയാണ് അയാൾ ജയിലിൽ കഴിഞ്ഞതെന്ന്. അയാള് വരും, എന്നെ കൊല്ലാനുറച്ച് അയാള് വരും.
അതിനു മുമ്പ് അയാളെ അവസാനിപ്പിക്കണം, തീർത്തു കളയണം. അതിനുള്ള എന്തു മാർഗവും നമുക്ക് സ്വീകരിക്കണം. എത്രയും വേഗം അയാളെ തീർത്തേ പറ്റൂ. ഇവനോട് തന്നെ ചോദിക്കാം. വിപിൻ, എന്തോ കാര്യമായിട്ടുള്ള ആലോചനയാന്ന് തോന്നുന്നു. ജാസ്മിൻ എന്താ വേണ്ടത്? അത് വിപിന്നെ, ഈ ശേഖര മേനോനെ അറിയാമോ? ഗായത്രി അമ്മയെ കൊന്ന ശേഖരൻ എന്ന ശേഖര മേനോൻ. ഇത് അറിഞ്ഞിട്ട് ജാസ്മിൻ എന്താ കാര്യം? എന്തിനാ ജാസ്മിൻ ഇത് അറിയുന്നത്? അല്ല, ഒന്നുമില്ല. അയാളെ കുറിച്ച് അറിയാനൊരു താല്പര്യം. ഇത് ചോദിക്കാൻ നിനക്ക് എന്നെ കിട്ടിയുള്ളൂ? നീ വേറെ ആരോടെങ്കിലും പോയി ചോദിക്കും. അപ്പോ വിപിന് ശേഖരമേനോനെ കുറിച്ച് ഒന്നും അറിയില്ല? എന്റെ കുട്ടിക്കാലത്ത് നടന്ന സംഭവ, എനിക്ക് കൂടുതലൊന്നും അറിയില്ല. എന്നാലും ഒരെന്നാലും ഇല്ല. സമയം മെനക്കെടുത്താതെ പോയേ. വിപിൻ ഇങ്ങനെ ചൂടാവാതെ, ജസ്റ്റ് ബി കൂൾ. ഇതൊക്കെ ചോദിച്ചറിയാൻ നീ ആരാ? CBI-യോ? അങ്ങനെ തന്നെ കൂട്ടിക്കോ. പറ, ആ ശേഖരമേനോന്റെ ഒരു ഫോട്ടോ പോലും വിപിൻ ഇതുവരെ കണ്ടിട്ടില്ല? കണ്ടിട്ടില്ല. എന്തേ? അഥവാ കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്കെന്ത് വേണം? ഓ, നീയോ? അല്ല, ഞങ്ങൾ സംസാരിക്കുന്നിടത്ത് നിനക്ക് എന്തോടി കാര്യം? ഓഹോ, അപ്പൊ ഞാൻ വന്നത് മാഡത്തിന് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? ഇഷ്ടപ്പെട്ടില്ല. പല്ലവി, നിനക്കെന്താ വേണ്ടത്? വിപിൻ സാർ എന്തിനാ ഈ ജാസ്മിൻ എന്ന് പറയുന്ന സാധനത്തോട് സംസാരിക്കാൻ നിൽക്കുന്നത്? എടി, മര്യാദയ്ക്ക് സംസാരിക്കണം. ഇല്ലെങ്കിലേ ഞാൻ ആരാണെന്ന് നീ അറിയും. നീ ആരായാലും എനിക്കെന്താ? നീ എന്തിനാ എപ്പോഴും വിപിൻ സാറിനോട് സംസാരിക്കുന്നത്? അത് ചോദിക്കാൻ നീ ആരാടി? ഞാൻ ഇവിടുത്തെ മരുമകളുടെ അനിയത്തിയാ. നീ മരുമകളുടെ അനിയത്തിയാണെന്നല്ലേ ഉള്ളൂ, അല്ലാതെ മരുമകളൊന്നും അല്ലല്ലോ. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയോടി? ഞാനേ ഇവിടത്തെ മരുമകളാവാൻ പോകുന്നവളാ. മരുമോളാകാൻ പോകുന്നവളോ? എന്താ അതിന്റെ അർത്ഥം? ഇവള് വിപിൻ സാറിനെ കല്യാണം കഴിക്കാൻ പോകുന്നല്ലേ? ഇത് പ്രശ്നമാവുമല്ലോ. ജാസ്മിൻ ആരാണെന്ന് ഇവളറിഞ്ഞാ അത് പാർവതിക്ക് കുഴപ്പമാവും. എന്താടി നിന്റെ മിണ്ടാട്ടം മുട്ടിപ്പോയോ? എടി, നിനക്ക് ഇവിടുത്തെ മരുമോളാകണോ അല്ലേ? ഇല്ലടി, നിന്നെ ഈ വീട്ടിലെ മരുമോളാകാൻ ഞാൻ സമ്മതിക്കില്ല. ഇവളിത് എന്ത്? നിന്നെ ഞാൻ പല്ലവി, മരുമോളാകണല്ലോ. പല്ലവി എന്താ കാണിക്കുന്നത്? എന്നെ അടിക്കാടി നീ. വിടും. പല്ലവി, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? വാ, വരാൻ. നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. പല്ലവി ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ. വിപിൻ സാറെ വിടും. എന്നാലും ആരായിരിക്കും ഈ ശേഖരമേനോൻ? കണ്ടുപിടിക്കും ഞാൻ. എണ്ണയൊക്കെ താഴെ പോയല്ലോ. വിളക്ക് എത്തിക്കാൻ കൊണ്ടുവന്ന എണ്ണയാണല്ലോ ഈശ്വര. തറയിലൊക്കെ എണ്ണയായി. ആരെങ്കിലും ഇതുവഴി വന്നാ ഇത് ചവിട്ടി വീഴുമല്ലോ. ഒരു തുണി എടുത്തുകൊണ്ടൊന്ന് തുടയ്ക്കാം.
ചേടാ, ഞാൻ വെച്ച ആ ഫയൽ അവിടെ പോയി. അതിവിടെ കാണുന്നില്ലല്ലോ. ഇനി പാർവതി എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവോ? പാർവതി, 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 പാർവതി. വിശാൽ സാർ വിളിക്കുന്നുണ്ടല്ലോ, എന്തിനായിരിക്കും? ഈശ്വര, താടി ഇറങ്ങി വന്ന അപകടമാവുമല്ലോ. പാർവതി, പാർവതി. വിശാൽ സാർ, താഴേക്ക് ഇറങ്ങി വരണ്ട, ഞാൻ അങ്ങോട്ട് വരാം. പാർവതി, നോക്കട്ടെ. എന്താ? അയ്യോ, ഇങ്ങോട്ട് വരില്ലേ, ഇവിടെ എണ്ണയാ. വിശാൽ, എന്തു പറ്റി? അയ്യോ, എനിക്കൊന്നുമില്ല, നീ വിട്ടേക്ക്. എന്താ? ആന്റി ആന്റി സൂക്ഷിക്കണേ. മോനെ, അയ്യോ, എന്താ പറ്റിയത്? എങ്ങനെ നീ വീണത്? ഒന്ന് കാലിടറി, അത്രേ ഉള്ളൂ. കണ്ടില്ലേ ആന്റി? നോക്കട്ടെ. വീട്ടിൽ ജാസ്മിൻ. വിശാലിന്റെ നെറ്റി കണ്ടില്ലേ? എനിക്കൊന്നുമില്ല. അയ്യോ, സാർ മുറിഞ്ഞിട്ടുണ്ടല്ലോ. അയ്യോ, രക്തവും വരുന്നുണ്ടല്ലോ. വേഗം വിശാലിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ഹെഡ് ഇഞ്ചുറിയാ, എക്സ്റേ എടുക്കണം, സ്കാനും ചെയ്യണം. ഒന്നുമില്ലമ്മേ, ഇതൊരു ചെറിയ മുറിവല്ലേ ഉള്ളൂ, അതൊന്നും സാരമില്ല. എടാ എടാ, നീ ഇത് നിസ്സാരമായിട്ട് കാണല്ലേ? എന്റെ നാട്ടിൽ ഒരിക്കലേ ഇതുപോലൊരാൾക്ക് ചുവരിൽ തലയടിച്ച് മുറിവ് പറ്റി. ചെറിയ മുറിവായിരുന്നു, അവരത് കാര്യമാക്കിയില്ല. പിന്നെ പിന്നെ തലയിൽ രക്തം ഓടാതെ ബ്ലഡ് ക്ലോട്ടായി. പിന്നെ അയാൾ കോമയിലായി. 6 മാസത്തിനുള്ളിൽ അയാൾ മരിച്ചുപോയി. അയ്യോ, വേറൊരാൾക്ക് ഇതുപോലെ കാലിലൊരു മുള്ളു കൊണ്ടു. അവനത് സീരിയസ് ആയിട്ട് എടുത്തില്ല. അവന് നിന്നെ പോലെ ആശുപത്രി വരില്ല എന്നാ പറഞ്ഞേ. അവന് പിന്നെ എന്താ പറ്റിയെന്ന് അറിയാമോ? എനിക്കിതൊന്നും അറിയണ്ട. അങ്കിളിന്റെ നാട്ടിലെ കഥയൊന്നും എനിക്ക് കേൾക്കണ്ട. എന്നെ നോക്കാനേ എനിക്കറിയാം. എടാ, നീ ദേഷ്യപ്പെടണ്ട. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്. വിശാൽ, ഇതൊന്നും അങ്ങനെ നിസ്സാരമായിട്ട് കാണരുത്. അങ്കിള് പറഞ്ഞതുപോലെ സൂക്ഷിക്കേണ്ട കേസ് തന്നെയാ ഇത്. വിശാലിന് എന്തെങ്കിലും പറ്റിയാലേ ഞങ്ങൾക്ക് എന്തുമാത്രം ടെൻഷനാണെന്ന് അറിയാമോ? എനിക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. വിശാൽ പറഞ്ഞത് കേട്ടില്ലേ പ്രതാപ? അത് വിട്ടേക്ക്. നമുക്ക് വിശാലിന് ഇവിടെ വെച്ച് തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം. വിഷ്, നീ ഇങ്ങനെ താഴേക്ക് വീണത് അതാദ്യം പറ. ആന്റി, അതിനെ ഞാനും ചോദിക്കുന്നേ. 2 പേരും ഒരുമിച്ച് എങ്ങനെയാ വീണത്? അമ്മ, ഞാൻ കാരണം വിശാൽ സാർ വീണത്. വിളക്കിലേക്ക് ഒഴിക്കാൻ എണ്ണ കൊണ്ടുവരുന്ന വഴിക്ക് എന്റെ കൈ തട്ടി എണ്ണ താഴെ വീണു. അത് തുടക്കാൻ ഞാൻ തുണിയെടുക്കാൻ പോയപ്പോഴേക്കും വിശാൽ സാറ് ഈ എണ്ണയിൽ ചവിട്ടി കാല് വഴുതി താഴെ വീണു. സാറിനെ വീഴാതെ പിടിക്കാൻ ശ്രമിച്ചപ്പോ എന്റെ കാലും വഴുതി. അങ്ങനെയാ ഒരുമിച്ച് വീണത്. അതാണ് ഞാൻ ഇത്ര നേരം ആലോചിച്ചത്. ഈ വീട്ടിൽ എന്ത് പ്രശ്നം നടന്നാലും ഇവളുടെ സാന്നിധ്യം ഉണ്ടാവും. അത്രയ്ക്ക് കൈപുണ്യമുണ്ട് ഇവക്ക്. ഭാഗ്യം കൊണ്ട് വിശാൽ വീണു. ഈ സ്ഥാനത്ത് കുറച്ച് തടിയുള്ള ആരെങ്കിലും ആയിരുന്നെങ്കിലോ, ചേച്ചിയാണ് വീണിരുന്നെങ്കിലോ? എന്റെ മുത്തപ്പ, ഓഹോ, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. വായടയ്ക്ക് പ്രതാപ. അല്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കൂ. അലേച്ചി. പാർവതി, നീ എന്തിനാ തുണിയെടുക്കാൻ പോയത് ആ സമയത്ത്? നീ അവിടെ തന്നെ നിന്നിട്ട് മറ്റാരെ കൊണ്ടെങ്കിലും തുടയ്ക്കാൻ തുണിയെടുത്താ പോരായിരുന്നോ? ഞാൻ അത് തന്നെ ചെയ്യേണ്ടിയിരുന്നത്.
പക്ഷേ അതിനിടയ്ക്ക് തന്നെ വിശാൽ സാറ് വരുമെന്ന് ഞാൻ കരുതിയില്ല അമ്മ. പാർവതി, പൂജയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം ചെയ്യുന്ന ജോലിക്കൂടെ കൊടുക്ക്. ഇല്ലെങ്കിലേ ഇതുപോലെ എന്റെ വിശാലി ഇനിയും വീഴും. ഇവളെ മനഃപൂർവ്വം വീഴ്ത്തിയത് പോലെ എനിക്ക് തോന്നുന്നത് കേട്ടോ. ല്ലേ ജീവിക്കുന്നേ. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഒരു കാര്യത്തിലും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. ഇങ്ങനെയുള്ളൊരു പട്ടിക്കാട്ടുകാരിയെ ഗോപേട്ടനെതിരെ വിശാലിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. വെറുതെ വിഷു ജീവിതം പാഴാക്കിന്ന് പറഞ്ഞാ മതിയല്ലോ. ആന്റി പ്ലീസ്, എന്തിനാ ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? ഇതുപോലെ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് ആന്റി എന്തിനാ എന്റെ ടെൻഷൻ കൂട്ടുന്നത്? അബദ്ധം പറ്റാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? പാർവതിക്ക് പറ്റിയൊരു അബദ്ധം, അത്രേ ഉള്ളൂ. സോ പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിട്. ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ. പാർവതി, നീ വിശാലിനെ മുറി കൊണ്ട് കിടത്തിയിട്ട് ഈ എണ്ണയൊക്കെ തുടച്ചു മാറ്റി. എണ്ണ ഇവിടെ തുടച്ചു മാറ്റട്ടെ. വിശാലിനെ ഞാൻ റൂമിൽ കൊണ്ടുപോയി കിടത്തി. എന്നെ ആരും പിടിച്ചുകൊണ്ട് പോയി കിടത്തണ്ട. ഞാനേ പൊയ്ക്കോളാം. ഇനി ഇതിന്റെ പേരില് പാർവതി ആരും ചോദ്യം ചെയ്യാനും നിൽക്കണ്ട. എന്തോന്നാ ഇത്? എന്താ പാർവതി ഇത്? ദേ വിശാൽ സാർ ഒന്നിരിക്കുക. ഞാൻ ഈ പച്ചില മരുന്ന് പുരട്ടിത്തരാം. പെട്ടെന്ന് മുറിവുണങ്ങും. ഇരിക്കൂ സാർ. ഏയ്, ഇതിന്റെ ഒന്നും ആവശ്യമില്ല പാർവതി. ഒരു ഓയിന്റ്മെന്റ് തേച്ചാൽ മതി, ഇതങ്ങ് മാറിക്കോളും. ചെറിയൊരു ചതവല്ലേ ഉള്ളൂ. അങ്ങനെയല്ല വിശാൽ സാർ. സാർ ഇരിക്ക, ഞാനിത് പുരട്ടിത്തരാം. അല്ലെങ്കിൽ ആ മുറിവ് ഉണങ്ങില്ല. കഴിഞ്ഞ പ്രാവശ്യം മുറിഞ്ഞ അതേ ഭാഗത്താ ഇപ്പോഴും മുറിഞ്ഞിരിക്കുന്നത്. നിന്നോടെ വാദിച്ച് ജയിക്കാൻ പാടാ. പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, ഞാനിവിടെ ഇരിക്കാം. നീ എന്തിനാ കരയുന്നേ? ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ആർക്കും പറ്റും. ഇതൊരു നിസാര മുറിവല്ലേ. വിട്ടുകള പാർവതി. ഇതിനാണോ നീ കരയുന്നേ? അയ്യേ, എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല വിശാൽ സാർ. ഞാൻ കാരണമല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നീ മനഃപൂർവ്വം ചെയ്തതല്ലോ, സംഭവിച്ചു പോയതല്ലേ. നിന്റെ കയ്യിന്നറിയാതെ എണ്ണ വീണു. ഞാൻ ആ സമയത്ത് അറിയാതെ ആ വഴി വന്നു. ആ സമയത്ത് ഞാനും വീണു, കൂടെ നീയും വീണു. അത്രയല്ലേ ഉള്ളൂ. നടക്കേണ്ടതൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കും പാർവതി. ആഘോരസ്വാമി പറഞ്ഞത് എനിക്കെല്ലാം അറിയൂ. വിശാൽ സാറിന് അപകടം ഉണ്ടാവുന്നതിന് കാരണം ഞാനായിരിക്കുമെന്ന്. അപ്പോ ഞാൻ എങ്ങനെ ഇതിനെയൊക്കെ നിസ്സാരമായി കാണും? പാർവതി, പാർവതി, നീ ഇവിടെ ഒന്നും അല്ലേ? നീ എന്തായി ആലോചിച്ചോണ്ടിരിക്കുന്നത്?
വിശാൽ സർ. സാറ് വളരെ സൂക്ഷിക്കണം. സാറിനിപ്പോ മോശ സമയാ. ഞാനേ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്ക. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും നിന്റെ വക അഡ്വൈസ് ആണല്ലോ. ചില കൊച്ചുകുട്ടികൾ പറയുന്നത് പോലെ. സത്യത്തിൽ നിനക്ക് എന്താ പറ്റിയത് പാർവതി? ഞാൻ വിശാൽ സാറിന് നല്ലതിന് വേണ്ടിയേ പറയുന്ന. സാറ് സൂക്ഷിക്കണം. എനിക്കിപ്പോ ഒന്നും തുറന്നു പറയാൻ കഴിയില്ല. എന്നെ ഒന്നും മനസ്സിലാക്കുക വിശാൽ സാർ. നീ അടുത്തുള്ളപ്പോഴേ ഒരാപത്തും എനിക്ക് വരില്ല.